കണ്ണൂർ കൈതപ്രത്ത് 49കാരനെ വെടിവെച്ചു കൊന്നു. വൈകിട്ട് 7:30 നിർമ്മാണം നടക്കുന്ന വീട്ടിലായിരുന്നു ഈ കൊലപാതകം. കൊലപാതകത്തിന് മുൻപ് പ്രതി സന്തോഷ് ഫേസ്ബുക്കിൽ ഭീഷണി സന്ദേശവും പോസ്റ്റ് ചെയ്തിരുന്നു. ഈ വൈകിട്ട് ഇവിടെ വരികയും പിന്നെ ഇവിടെ ആർക്കും അറിയില്ല, ഈ പ്രതിയെ ഈ ഭാഗത്ത് ഇതുവരെ നമ്മൾ കണ്ടതായിട്ട് ആർക്കും അറിയില്ല. നമ്മുടെ കൂട്ടുകാരൊക്കെ ആ രീതിയിലാണ് പറഞ്ഞത്. ആർക്കും അവനെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ വേറൊരു നാട്ടുകാരനാണ് ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇവരെ പിന്നെ എന്തോ സാമ്പത്തികമായിട്ടോ അല്ലോ ഇവരുടെ എന്തോ ഒരു പരസ്പരം ബന്ധമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ അതിന്റെ പ്രാഥമികമായ റിപ്പോർട്ട് പ്രകാരം പോലീസ് അവരെ തന്നെ അറിയിച്ചത് ആ രീതിയിലാണ് പറഞ്ഞത്. സംഭവ സ്ഥലത്ത് നിന്ന് തത്സമയം ഞങ്ങളുടെ റിപ്പോർട്ടർ ഫെലിക്സ് ചേരുകയാണ്. ഫെലിക്സ്, വളരെ ആസൂത്രിതമായാണ് സന്തോഷ് രാധാകൃഷ്ണൻ എന്നയാളെ വെടിവെച്ച് കൊന്നത് എന്നുള്ളത് അയാളുടെ സമൂഹ മാധ്യമ പോസ്റ്റിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ കൊലപാതകം നടക്കും മുമ്പ് ഒരു മുന്നറിയിപ്പ് ഭീഷണിയായിട്ട് നൽകുന്നുണ്ട്. ഒപ്പം ഈ തോക്കേന്തിയുള്ള ചിത്രവും പോസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമാണ് എന്നുള്ളത് ഉറപ്പാണ്. എങ്കിലും ചോദിക്കട്ടെ, എന്താണ് ഈ കൊലപാതകത്തിൽ യഥാർത്ഥത്തിൽ ഈ പ്രതിയെ നയിച്ച കാരണം? ഈ പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഫെലിക്സ്? ഇന്ന് വൈകുന്നേരം ഏതാണ്ട് 6:30 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഒരു വീട്, ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്ന രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീടാണ്. ഈ രാധാകൃഷ്ണനാണ് വെടിയേറ്റ് മരിച്ചത്. അപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പ്രതിയായ സന്തോഷ് എന്ന വ്യക്തി ഇവിടെ എത്തുകയും തോക്കുപയോഗിച്ച് വെടിവെച്ച് കൊല്ലുകയും ചെയ്തിട്ടുള്ളത്. ഇവർ തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ ലഭ്യമാകേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ പരിയാരം പോലീസ് സ്റ്റേഷനിലാണ് ഈ പ്രതിയുള്ളത്. തോക്കിൻ്റെ ചില ഭാഗങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മദ്യക്കുപ്പി, ഇയാൾ മദ്യപിച്ച ശേഷമാണ് ഇവിടെ എത്തി ഈ കൃത്യം നിർവഹിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ മദ്യപിച്ച വ്യക്തി നടത്തിയൊരു കൃത്യം എന്നാണ്. ചേട്ടാ, നിങ്ങൾ ഈ പ്രദേശത്തുള്ളവരാണോ? തൊട്ടടുത്താണ്. ഞാൻ ഒരു 7 മണിയാകുമ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞു, ഒരാൾക്ക് എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്, പിന്നെ ഒരു വണ്ടിയെല്ലാം ആൾക്കാരെല്ലാം ഇങ്ങോട്ട് വരുന്നോട്ട് അങ്ങനെ വന്നാൽ ഞാനിങ്ങോട്ട് വന്ന് നോക്കുമ്പോഴത്തേക്കും പോലീസുകാർ വന്നു. പോലീസുകാരോട് നമ്മൾ ഇവിടെ വന്നു. ഇവിടെ വരുമ്പോഴത്തേക്കും പിന്നെ പോലീസുകാരുടെ ഉള്ളിൽ അവരെ കൂടെ നമ്മളിങ്ങോട്ട് വന്നത്. പോലീസുകാരുടെ ഉള്ളിൽ പോയിട്ട് ആ പ്രതിനെ പിടിക്കുന്ന സ്ഥിതിയുണ്ടായത്. ഈ വെടിവെച്ച് ഇയാൾ ഇവിടെ സന്തോഷ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇതിൻ്റെ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു, ഉള്ളിലുണ്ടായിരുന്നു. മറ്റേയാളും വെടിയേറ്റ് കിടക്കുക അല്ല, മറ്റേ ആശുപത്രി കൊണ്ടുപോയി. അന്നേരം അതിന് മുമ്പ് ആശുപത്രി കൊണ്ടുപോയി. പക്ഷെ വെടിയാന്ന് അന്നേരം ആയിരിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്തോരോ പറ്റിയെന്നല്ലാണ്ട് ഈ ഇതിനെടുക്കാതൊന്നും നോക്കിയില്ല. ആൾക്കാർ പിന്നെ ആശുപത്രി കൊണ്ടുപോയി എന്നല്ലാണ്ട്. പിന്നെ ഇവിടെ നടന്നൊരു ഇരുന്നിങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് തന്നെ ഒരാൾ വിളിച്ചതാണ്, ഇവിടെ എന്തോ നടന്നിട്ടുണ്ട്, അപ്പോൾ പടക്കാന്നൊന്നും അറിയില്ല, അല്ല മറ്റെന്തോ എന്തോന്നും അറിയില്ല എന്ന് വെച്ചിട്ട് വിളിച്ചു. അപ്പോൾ അങ്ങനെ വന്നതാണ് ഞാൻ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിത് മനസ്സിലാക്കിയത് വെടിയാന്ന്. ഈ രാധാകൃഷ്ണന്റെ സ്വദേശം ഇവിടെ തന്നെയാണ്? അല്ല, സ്വദേശം ഇരട്ടി കല്യാട് എന്ന സ്ഥലത്താണ്. ഇവിടെ കല്യാണം കഴിച്ച മാറാമലത്ത് പേരൂരിൽ പോനിയങ്ങോട്. അങ്ങനെ ഇവിടെ വീട് വെച്ചതാണ്. വർഷങ്ങളായിട്ട് താമസിക്കുന്നത്. അപ്പോൾ ഇപ്പം വീട് എടുത്ത് ഇവിടെ പുതിയ വീട് എടുക്കുന്നു. അവർ പുനിയങ്കോട് അവിടെ വീട് ഉണ്ട്. പിന്നെ സന്തോഷിന് ഈ പ്രതിയെ നിങ്ങൾ അറിയുന്നതാണോ? ഇല്ല, പ്രതിയെ നമുക്കറിയില്ല. നമുക്ക് അയാളുമായിട്ട് അങ്ങനെ നമ്മൾ ഇപ്പം തന്നെ ഈ ഫേസ്ബുക്കിലെല്ലാം ഇയാളെ കോൺടാക്ട് അടിച്ചിട്ട് ഇപ്പം കിട്ടിയതല്ലാതെ നേരത്തെ ഒന്നും അറിയാതില്ല. ഈ പ്രതിയെ കാണുമ്പോൾ മദ്യലഹരിയിലായിരുന്നു? അതെ, മദ്യലഹരി, നല്ല മദ്യലഹരിയിലാണ്. എന്തിനാണ് ഈ കൃത്യം നടത്തിയെന്ന് എന്തെങ്കിലും പറഞ്ഞു? നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണ്? അയ്യോ ഇല്ല, ഒന്നുമില്ല. അതിന് അങ്ങനെ പറയാനൊന്നും പറ്റുന്നില്ല. അന്നേരം പോലീസ് ഒരാളിലും കൂടി ഇങ്ങനെ വീണ വട്ടം ചുറ്റി പിടിച്ചപ്പോൾ അങ്ങനെ ഒന്നും പറയാനൊന്നും പറ്റില്ല. എല്ലാം ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട്. എല്ലാം ഞാൻ പറയാം എന്നെ കെട്ടഴിച്ചു പോയി ഞാൻ പറയാമെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റിയിട്ട് പോയത് അവർ. ഈ തോക്കുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ? ഇല്ല, തോക്കുണ്ടെന്ന് അവർ പറഞ്ഞു. പക്ഷെ അവർക്ക് കിട്ടിയില്ലെന്ന് തോന്നുന്നു. കിട്ടിയില്ലെന്നാണ് പറയുന്നത് കേട്ടത്. തോക്കിന് ഉണ്ടായില്ല, കണ്ടില്ല. അപ്പോൾ ഈ എന്തായാലും ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും അറിയില്ല? അതിനെപ്പറ്റി ഒന്നും അറിയില്ല. രാധാകൃഷ്ണൻ്റെ ജോലി എന്തായിരുന്നു? ഗുഡ്സ് ഓട്ടോ ഓടിക്കലാണ്. വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഗുഡ്സ് ഓട്ടോ ഏത് കാര്യത്തിനും നമ്മൾ എല്ലാവരും വിളിക്കൽ അവൻ്റെ ഓട്ടോ തന്നെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നല്ല സമീപനമാണ്. വേറെ ഒന്നുമില്ല. നമുക്ക് അങ്ങനെ അറിയപ്പെടുന്ന തരത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ.
അതാണ് ഈ പ്രദേശത്തുള്ളവർ പറയുന്നത്. ഏതായാലും വിശദമായ പരിശോധനയെ സംബന്ധിച്ച് പോലീസ് നടത്തുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഫേസ്ബുക്കിൽ ചില പോസ്റ്റുകൾ ഈ പ്രതിയായ സന്തോഷ് ഇട്ടിരുന്നു എന്ന് വ്യക്തമാണ്. മാത്രമല്ല തോക്കേന്ത്യ ചിത്രവും പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ കൃത്യമായി ആസൂത്രണം ചെയ്ത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി പ്രകാരമാണ് ഈ പ്രതി സന്തോഷ് എന്ന വ്യക്തി ഇവിടെ എത്തി കൊലപാതകം നടത്തിയത്. തോക്ക് നാടൻ തോക്കാണ്, അതിന് ലൈസൻസ് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രദേശത്ത്, അതായത് ഈ പ്രദേശത്ത് ഒരു കർഷക രക്ഷാ സേന എന്നൊരു സേന രൂപീകരിച്ചിട്ടുണ്ട്. ആ കർഷക രക്ഷാ സേനയുടെ ഉദ്ദേശം ഈ നാട്ടിലിറങ്ങുന്ന, പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുക എന്നതാണ്. അങ്ങനെ ചില കർഷകരുടെ കൂട്ടായ്മയാണ്. അതിൽ തോക്കിന് ലൈസൻസ് ഉള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. ഈ സംഘത്തിലുള്ള വ്യക്തിയാണ് സന്തോഷ്. അപ്പോൾ സന്തോഷിന് ലൈസൻസ് ഇല്ല എന്നതാണ് ആ സംഘത്തിലുള്ള നേതൃത്വം നൽകുന്ന വ്യക്തികളൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത്. പക്ഷേ തോക്ക് ഉപയോഗിച്ചിരുന്നു ആ സമയത്തും. അതായത് ഈ കർഷക രക്ഷാ സേനയുടെ ഭാഗമായി ഇയാൾ പ്രവർത്തിക്കുന്ന സമയത്ത് ഇയാൾ തോക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ചില ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ അയാൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് നടന്നത്. ഇത് ഇപ്പോൾ റോഡിനോട് ചേർന്ന്, അതായത് അകന്നു മാറിയൊരു സ്ഥലമൊന്നുമല്ല, റോഡിനോട് ചേർന്നൊരു പ്രധാനപ്പെട്ട റോഡിനോട് ചേർന്നൊരു പ്രദേശമാണ്, അവിടെയുള്ള വീടാണ്. അപ്പോൾ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ഗുഡ്സ് ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന, ഉപജീവനമാർഗം നടത്തുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറെക്കാലത്തെ ഒരു പരിശ്രമത്തിനൊടുവിൽ അദ്ദേഹം നിർമ്മിച്ചൊരു വീടാണ്. ആ വീടിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് ആ വീട് ഒരു നില കോൺക്രീറ്റ് പൂർത്തിയായിട്ടുണ്ട്. ആ പൂർത്തിയായ വീട് എൻ്റെ ഉള്ളിൽ വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഏതായാലും ദാരുണമായ ഒരു സംഭവം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പോലീസ് ഇവിടെയുണ്ട്. തോക്കിൻ്റെ ചില ഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂർണ്ണമായും തോക്കിൻ്റെ ഭാഗങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇത് മദ്യക്കുപ്പിയാണ്. ഈ മദ്യപിച്ച ശേഷമാണ് സന്തോഷ് എന്ന പ്രതി ഈ മദ്യക്കുപ്പി ഇവിടെ ഉപേക്ഷിച്ച ശേഷമാണ് ഇയാൾ അതായത് ഇതിൻ്റെ ഒരു പകുതിയോളം ഇയാൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാകും. ഇത്രയധികം മദ്യപിച്ച ശേഷമാണ് ഇയാൾ ഈ കൃത്യം നിർവഹിച്ചത്. ചേട്ടൻ ഇവിടെ അടുത്തുള്ള ആളാണോ? വീട് എവിടെയാണ് ചേട്ടനെ? ഞാൻ അടുത്ത ഷോപ്പ് കണ്ടതാണ് പറയും. ഈ സംഭവം അറിഞ്ഞിട്ട് വന്നതാണ്? ഇപ്പം അറിഞ്ഞിട്ട് വന്നതാണ്. ഇയാളെ അറിയില്ലല്ലോ, ഇത് രാധാകൃഷ്ണൻ നടത്തി. രാധാകൃഷ്ണനെ അറിയാം. മുമ്പ് എൻ്റെ കടയിലേക്ക് സാധനം കൊണ്ട് വരുന്നതാണ്. കുറിച്ച് ഒരു ഓട്ടോ വന്നു. ഈ പ്രതിനെ അറിയാമോ? പ്രതി നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ട് കേട്ടിട്ടില്ല. അപ്പോൾ അതാണ് നാട്ടുകാർ പറയുന്നത്. അതായത് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് നാടൻ തോക്കാണ്. ഈ തോക്കിന് ലൈസൻസ് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഫെലിക്സ്, ഒരു കാര്യം ചോദിക്കട്ടെ. നേരത്തെ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ ഇത് ഇങ്ങനൊരു സംഭവം നടന്നു, പക്ഷെ അത് വെടിയേറ്റുള്ള മരണമാണ് എന്നുള്ളത് പോലും അവർ പിന്നീടാണ് അറിയുന്നത്. അപ്പോൾ ഈ വെടിയൊച്ചയൊന്നും ആരും കേട്ടിരുന്നില്ലേ ആ പരിസര പ്രദേശത്ത്? അതായത് ഈ നിർമ്മാണം നടക്കുന്ന വീടിന് സമീപത്ത് മറ്റു വീടുകളൊന്നും ഇല്ലേ? എങ്ങനെയാണ് ഈ നാട്ടുകാർ ഇങ്ങനെയൊരു സംഭവം നടന്നു, ഇങ്ങനെയൊരു കൊലപാതകം നടന്നു എന്നുള്ളത് അറിഞ്ഞ് ആ വീട്ടിലേക്ക് എത്തുന്നത്? ഇതിപ്പോൾ ഒറ്റ ഒരു വീടൊന്നുമല്ല. ആ വീടിനോട് ചേർന്ന് അപ്പുറത്തൊരു വീടുണ്ട്. ആ വീട്ടിലെ ആളുകളൊന്നും ഇവിടെ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരോട് ചോദിച്ച് ആ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയൂ. ഏതായാലും നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. വെടിവെച്ച് കേട്ടിട്ടുണ്ടാകണം എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് അങ്ങനെ ഇത് വെടിവെച്ച് കൊന്നതാണ് എന്ന് വളരെ പെട്ടെന്ന് ആളുകൾക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ സംസാരിച്ച ആളുകളൊക്കെ തന്നെ അതിനുശേഷം ഇവിടെ എത്തിയവരാണ് എന്നാണ് അവർ വ്യക്തമാക്കിയത്. അതായത് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നവരല്ല, ആ സമയത്തിന് ശേഷം ഇവിടെ എത്തിയ ആളുകളാണ്. അങ്ങനെ എത്തിയ ആളുകൾ വരുമ്പോഴത്തേക്കും ഈ വെടിയേറ്റ് മരിച്ച രാധാകൃഷ്ണൻ എന്നയാളെ ഇവിടെ നിന്നും ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. പിന്നീട് അവർ വരുമ്പോൾ തന്നെ ഈ സന്തോഷ് എന്ന പ്രതി ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഈ വീട്ടിന് സമീപത്തായി തന്നെ അയാൾ ഉണ്ടായിരുന്നു. പിന്നീട് പോലീസിൻ്റെ സഹായത്തോടു കൂടി അയാളെ പിടികൂടി കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് ഉണ്ടായത്. പരിയാരം പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ പ്രതിയുള്ളത്. ഏതായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മുൻകൂട്ടി കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കൃത്യമായി ആസൂത്രണം ചെയ്ത് കൃത്യമായ ഒരു പദ്ധതി ഇയാൾക്കുണ്ടായിരുന്നു. ആ പദ്ധതി പ്രകാരമാണ് ഇവിടെ എത്തി ഈ കൃത്യം നിർവഹിച്ചത് എന്ന കാര്യം വ്യക്തമാണ്. നമുക്ക് അത് അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അയാൾ പങ്കുവെച്ചതിലൂടെ തന്നെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാകുകയും ചെയ്തതാണ്. ഏതായാലും കൂടുതൽ പരിശോധന ഇതിൽ നടത്തി വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ കൂടുതൽ പരിശോധനകളൊക്കെ തന്നെ നടത്തിയാലാണ് എന്താണ് യഥാർത്ഥ കാരണം
ഈ ഒരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്ന സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ പോലീസ് സംഘമടക്കം ഇവിടെയുണ്ട്. അവരൊക്കെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിച്ച് വരികയാണ്. അതായത് പ്രതി ഇപ്പോൾ ഏതായാലും പരിയാരം പോലീസ് സ്റ്റേഷനിൽ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിലിപ്പോൾ ഇരുവരും തമ്മിലുള്ള ഒരു വ്യക്തി വൈരാഗ്യം അതിൻ്റെ പുറത്ത് സംഭവിച്ചതാണ് ഈ കൊലപാതകം എന്ന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും വളരെ നടുക്കുന്ന ദാരുണമായിട്ടുള്ള സംഭവമാണ് നടന്നത്. കണ്ണൂർ കൈതപ്രത്ത് 49-കാരനെയാണ് വെടിവെച്ച് കൊന്നത്. സന്തോഷ് എന്ന പ്രതി വെടിവെച്ച് കൊല്ലുകയായിരുന്നു. വ്യക്തിപരമായിട്ടുള്ള ചില കാരണങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് സൂചിപ്പിക്കുന്ന അങ്ങനെ വ്യക്തമാക്കുന്ന ചില സൂചനകൾ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ മാത്രമേ എന്തിനാണ് രാധാകൃഷ്ണനെ സന്തോഷ് വെടിവെച്ച് കൊന്നത് എന്നുള്ള വിവരം ലഭിക്കുകയുള്ളൂ. ഫെലിക്സ് ആണ് അവിടെ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിയത്.